Hi students, welcome to EduSpring classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ബ്രോഡ് ഡിവിഷൻസ്. വിശാലമായിട്ടുള്ള രണ്ട് ഡിവിഷനായിട്ട് ബിസിനസ് ആക്ടിവിറ്റീസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, വിഭജിക്കാം. ഫസ്റ്റ് ഡിവിഷൻ ആണ് ഇൻഡസ്ട്രി, വ്യവസായം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് വ്യവസായം. രണ്ടാമത്തേതാണ് കൊമേഴ്സ്, വാണിജ്യം. ബിസിനസ് ആക്ടിവിറ്റീസ് ആർ classified into two broad divisions. The first one is industry, then second one is commerce. Industry, വ്യവസായം, commerce, വാണിജ്യം. Industries are again classified into three categories. Then first one is primary industry, secondary industry, and third one tertiary industry. Primary industry പ്രാഥമിക വ്യവസായം. Then secondary industry ദ്വിതീയ വ്യവസായം. Then tertiary industry തൃതീയ വ്യവസായം. Again, the primary industries are classified into two categories. Then first one is extractive industries. First one is extractive industry, then genetic industry. പ്രൈമറി ഇൻഡസ്ട്രി, പ്രാഥമിക വ്യവസായത്തെ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് ജനറ്റിക് ഇൻഡസ്ട്രി, രണ്ടാമത്തേത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. The next one is the secondary industry. Secondary industries are classified into two categories. The first one is manufacturing industry. Then second one is construction industry. So construction industry എന്താണ്? നിർമ്മാണ വ്യവസായം. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ഉൽപാദന വ്യവസായം. അപ്പോൾ ഒരു പ്രാഥമിക വ്യവസായത്തെ നിർമ്മാണ വ്യവസായമെന്നും ഉൽപാദന വ്യവസായമെന്നും രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. Again, the manufacturing industries are classified into analytical industry, synthetical industry, processing industry, assembling industry. അപ്പോൾ ഉൽപാദന വ്യവസായത്തെ നമുക്ക് വീണ്ടും നാലായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, അപഗ്രഥന വ്യവസായം. എന്താണ് അപഗ്രഥന വ്യവസായം? നെക്സ്റ്റ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി അതായത് കൃത്രിമ വ്യവസായം. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി കൃത്രിമ വ്യവസായം. then പ്രോസസിംഗ് ഇൻഡസ്ട്രി പ്രക്രിയാപരമായിട്ടുള്ള വ്യവസായം. നെക്സ്റ്റ് വൺ ആണ് അസംബ്ലിംഗ്, കൂട്ടിച്ചേർക്കൽ, കൂട്ടിയോജിപ്പിക്കൽ, അതൊക്കെയാണ് അസംബ്ലിംഗ്. ഇത്രയുമാണ് ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ. ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു three. The first one is primary industry, secondary industry, tertiary industry. Primary industries are again classified into two. The first one is extractive industry, then second one is genetic industry. Again, the secondary industries are classified into construction industries and manufacturing industry. Construction industries are again classified into analytical industry, synthetical industry, processing industry, and assembling industry. അപഗ്രഥന വ്യവസായം, കൃത്രിമ വ്യവസായം, പ്രക്രിയാപരമായ വ്യവസായം, കൂട്ടിയോജിപ്പിക്കൽ. Then second classification of business activities ആണ് commerce, വാണിജ്യം. Commerce are divided into trade and auxiliaries to trade. Trade means കച്ചവടം. Auxiliaries to trade കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങൾ. Trades again divided into two, internal trade and external trade. Internal means ആഭ്യന്തര കച്ചവടം, external means ബാഹ്യ കച്ചവടം. Internal trades are again divided into two, retail trade and wholesale trade. Wholesale trade മൊത്ത കച്ചവടം, retail trade ചില്ലറ കച്ചവടം. Next ആണ് external trade. External trades are classified into import, export and entry port. Import means ഇറക്കുമതി ചെയ്യുക, എക്സ്പോർട്ട് കയറ്റുമതി ചെയ്യുക, എൻട്രി പോർട്ട്. എൻട്രി പോർട്ട് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ മൂന്ന് ക്ലാസിഫിക്കേഷൻ. ഇത്രയുമാണ് ട്രേഡ്. അപ്പോൾ ട്രേഡ് എന്നാണ് രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്നാമത്തേതാണ് ഇന്റേണൽ, ആഭ്യന്തര കച്ചവടം, ദെൻ ബാഹ്യ കച്ചവടം. ബാഹ്യ കച്ചവടം തന്നെ എന്താണ്, ഇറക്കുമതി ഉണ്ട്, കയറ്റുമതി ഉണ്ട്, ഓൺ ഡ്രോപ്പോ എന്നുള്ള ഒരു കാറ്റഗറിയും ഉണ്ട്. അതുപോലെ തന്നെ
ഇന്റേണൽ ട്രേഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഹോൾസെയിൽ ട്രേഡും അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓക്സിലറീസ് ടു ട്രേഡ്. അതായത് കൊമേഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് വാണിജ്യ അനുബന്ധ പ്രവർത്തനങ്ങൾ. വാണിജ്യ അനുബന്ധ പ്രവർത്തനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. നെക്സ്റ്റ് വൺ ആണ് വെയർഹൗസിംഗ്, വെയർഹൗസിംഗ് തന്നെയാണ്. അതുപോലെ ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അഡ്വർടൈസിംഗ്, പരസ്യം ചെയ്യൽ. ഇത്രയുമാണ് ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്നുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒന്നും കൂടെ പറയാം. ബിസിനസ് ആക്ടിവിറ്റീസ് ആർ classified into two. Then first one is industry, then next one is commerce. വ്യവസായം അതുപോലെ തന്നെ വാണിജ്യം. വ്യവസായത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം പഠിക്കേണ്ടത്. പ്രൈമറി വ്യവസായം, സെക്കൻഡറി വ്യവസായം, ടെർഷ്യറി വ്യവസായം. പ്രൈമറി വ്യവസായത്തെ വീണ്ടും ജനറ്റിക് ഇൻഡസ്ട്രി എന്നും അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡറി ഇൻഡസ്ട്രിയെ വീണ്ടും മാനുഫാക്ചറിങ്. മാനുഫാക്ചറിങ് മീൻസ് ഉൽപാദനം, കൺസ്ട്രക്ഷൻ മീൻസ് നിർമ്മാണം. ഇങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഉൽപാദന വ്യവസായത്തെ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസിംഗ് ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് എന്ത് ചെയ്യാം, നമുക്ക് വിഭജിക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ട്രേഡ്. അതായത് കൊമേഴ്സിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ട്രേഡ് ആണ്, രണ്ടാമത്തത് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡിൽ ഉൾപ്പെടുന്നതാണ് ആഭ്യന്തര കച്ചവടവും അതുപോലെ തന്നെ ബാഹ്യ കച്ചവടം മീൻസ് അന്താരാഷ്ട്ര കച്ചവടം. ഇനി ആഭ്യന്തര കച്ചവടത്തിൽ ഹോൾസെയിൽ ട്രേഡും അതുപോലെ തന്നെ റിറ്റെയിൽ ട്രേഡും. അതുപോലെ ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് റിപ്പോ. അതുപോലെ തന്നെ ഓക്സിലറീസ് ടു ട്രേഡ് എന്നാണ് ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അഡ്വർടൈസിംഗ്. ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്നുള്ളൊരു ഭാഗത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി, വ്യവസായം എന്നുള്ളൊരു പാർട്ടാണ്. What is industry? Industry refers to economic activities which are concerned with conversion of resources into useful goods. റിസോഴ്സിനെ യൂസ്ഫുൾ ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഇക്കണോമിക് ആക്ടിവിറ്റീസിന് പറയുന്ന പേരാണെന്ത്, വ്യവസായം. അതായത് വിഭവങ്ങളെ നമുക്ക് ഉപകാരപ്പെടുന്ന ഗുഡ്സാക്കി മാറ്റുന്ന സാമ്പത്തിക പ്രവർത്തനത്തിനെയാണ് നമ്മൾ വ്യവസായം എന്ന് വിളിക്കുന്നത്. It includes activities connected with producing, processing of goods as well as breeding and raising of animals. അതായത് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ആണെന്ത്, ഒരു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, വിഭവങ്ങൾ രൂപപരിണാമം വരുത്തുക, ഭൂമിയിൽ നിന്നും വിഭവങ്ങൾ പുറത്തെടുക്കുക, അതുപോലെ മൃഗങ്ങൾ, സസ്യങ്ങൾ തുടങ്ങിയവയുടെ പ്രത്യുൽപാദനം. ഇതെല്ലാം വ്യവസായത്തിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ആണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് certain services like insurance and banking etc. അതായത് സേവനങ്ങൾ, ചില സേവനങ്ങളെയൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം, വ്യവസായത്തിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ ബാങ്കിങ് ഇൻഡസ്ട്രി അതൊരു ഇൻഡസ്ട്രിക്ക് ഉദാഹരണമാണ്. ഇൻഷുറൻസ് ഇൻഡസ്ട്രി, ഇതൊക്കെ വ്യവസായങ്ങൾ തന്നെയാണ്. ഇത്രയുമാണ് വ്യവസായമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈ നെക്സ്റ്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. വിവിധ തരം വ്യവസായങ്ങൾ വിവിധ തരത്തിൽ വ്യവസായങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി ഇൻഡസ്ട്രി, പ്രാഥമിക വ്യവസായം. ഒന്നാമത്തതാണ് പ്രൈമറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി ഫസ്റ്റ് വൺ ആണ് പ്രൈമറി ഇൻഡസ്ട്രീസ്, പ്രാഥമിക വ്യവസായം. എന്താണ് പ്രാഥമിക വ്യവസായം? ഇൻഡസ്ട്രീസ് engaged in the extraction and production of natural resources and reproduction and development of living organism, plant etc. are called primary industry. പ്രാഥമിക വ്യവസായം എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ പുറത്തെടുക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രാഥമിക വ്യവസായം. അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസം, മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സസ്യങ്ങളുടെയോ പ്രത്യുൽപാദനം, ഇതെല്ലാം ഉൾപ്പെടുന്നതാണെന്ത് പ്രാഥമിക വ്യവസായം എന്നുള്ളത്. ഈ പ്രാഥമിക വ്യവസായത്തെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം.
അതിൽ ഒന്നാമത്തേതാണെന്ത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. വീണ്ടും എന്താണ് പ്രാഥമിക വ്യവസായത്തെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ഒന്നാമത്തേതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്? Industries engaged in the extraction or drawing out of product from natural resources like soil, water, air, etc. are called extractive industries. അതായത് മണ്ണ്, വെള്ളം, അതുപോലെ തന്നെ വായു തുടങ്ങിയിട്ടുള്ള പ്രകൃതി വിഭവങ്ങളിൽ നിന്നും എന്ത് ചെയ്യാം വിഭവങ്ങൾ പുറത്തെടുക്കുക അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാം രൂപപരിണാമം വരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണെന്ത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രകൃതിജന്യ വ്യവസായം. പ്രകൃതിജന്യ വ്യവസായത്തിനാണ് നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ മണ്ണ്, വെള്ളം, വായു, സോയിൽ, എയർ, വാട്ടർ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളിൽ നിന്നും എന്ത് ചെയ്യാം നമുക്ക് വിഭവങ്ങളെ പുറത്തെടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്നെന്താണ് രൂപപരിണാമം വരുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ഫാമിംഗ് അതുപോലെ തന്നെ മൈനിങ് ഫാമിംഗ് അതുപോലെ തന്നെ മൈനിങ്, ഫിഷിംഗ്, അതുപോലെ തന്നെ ലംബറിംഗ്, ഹണ്ടിങ്. അതായത് മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഖനനം, ഫാമിംഗ് കൃഷി, ഫിഷിംഗ് മത്സ്യകൃഷി, അതുപോലെ തന്നെ എന്താണ് ഹണ്ടറിങ് വേട്ടയാടൽ, ലംബറിംഗ് മരം മുറിക്കൽ. ഇതൊക്കെ എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് വണ്ണാണത് ജനറ്റിക്. പ്രൈമറിയിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ജനറ്റിക് ഇൻഡസ്ട്രി. ജനറ്റിക് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്നാണ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോർ ദെയർ യൂസ് ഇൻ ഫ്യൂച്ചർ റീപ്രൊഡക്ഷൻ ആർ നോൺ ആസ് ജനറ്റിക് ഇൻഡസ്ട്രി. അതായത് ജൈവശാസ്ത്രപരമായ വ്യവസായം. അതായത് മൃഗങ്ങളെയോ സസ്യങ്ങളെയോ പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ജൈവശാസ്ത്ര വ്യവസായം എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് കാറ്റിൽ ബ്രീഡിംഗ് ഫാംസ്, അതുപോലെ ഫിഷ് ഹാച്ചറി, അതുപോലെ എന്താണ് പോൾട്രി ഫാംസ് കോഴി വളർത്തൽ, മീൻ വളർത്തൽ, അതുപോലെ തന്നെ എന്താണ് കാറ്റിൽ ബ്രീഡിംഗ് പശു വളർത്തൽ. ഇതൊക്കെ എന്താണ് ജനറ്റിക് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആണ്. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പ്രൈമറി ഇൻഡസ്ട്രീസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്നാണ് സെക്കൻഡറി ഇൻഡസ്ട്രി ആണ്. ഇതിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെക്കൻഡറി ഇൻഡസ്ട്രി. സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണ് സെക്കൻഡറി ഇൻഡസ്ട്രി? ഇൻഡസ്ട്രീസ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് യൂസിംഗ് ദ മെറ്റീരിയൽസ് which have already been extracted at the primary stage are called secondary industries. അതായത് പ്രാഥമിക ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രീസ്, ദ്വിതീയ വ്യവസായം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആണെന്ത് പരുത്തിയിൽ നിന്നും പരുത്തി തുണി ഉൽപ്പാദിപ്പിക്കുന്നു. പരുത്തി എവിടെ ഉണ്ടാക്കുന്നു? പരുത്തി അത് പ്രൈമറി സ്റ്റേജിലാണ് പരുത്തിയുടെ ഉൽപാദനം. അതാണ് ഫാമിംഗ് ആണ്, കൃഷിയാണ്. ആ പരുത്തിയിൽ നിന്നാണ് നമ്മൾ വസ്ത്രം നിർമ്മിക്കുന്നു. ഈ വസ്ത്രം നിർമ്മിക്കുന്നത് ഏതിനാണ്? അത് സെക്കൻഡറി ഘട്ടത്തിലാണ്. ഇങ്ങനെ പ്രാഥമിക ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണെന്ത് സെക്കൻഡറി വ്യവസായം. ഇരുമ്പ് അയിരിൽ നിന്നും അയൺ ഓറിൽ നിന്നും സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നു. കരിമ്പിൽ നിന്നും പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സെക്കൻഡറി ഇൻഡസ്ട്രീസിന് ഉദാഹരണമാണ്. മുളയിൽ നിന്നും പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്
ഈ അസംസ്കൃത വസ്തുക്കൾ എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ പുറത്തെടുത്ത അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായത്തിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി ഇൻഡസ്ട്രിയെ വീണ്ടും നമുക്ക് എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അതായത് ഉൽപാദന വ്യവസായം. ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ത്രൂ പ്രോസസിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് മെറ്റീരിയൽസ് ആർ കോൾഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അതായത് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ അർദ്ധനിർമ്മിത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അതായത് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ അർദ്ധനിർമ്മിത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ ഉൽപാദന വ്യവസായം എന്നാണ് പറയുന്നത്. ഈ ഉൽപാദന വ്യവസായത്തെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് അതിന്റെ ആ ഒരു വ്യവസായത്തിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തതാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അപഗ്രഥന വ്യവസായം. എന്താണ് അപഗ്രഥന വ്യവസായം? ഒരേ തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് അപഗ്രഥിച്ചുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് വിവിധ ഘടകങ്ങൾ നിർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യവസായത്തിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഓയിൽ റിഫൈനറി. ഓയിൽ റിഫൈനറി ഇതാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ക്രൂഡ് ഓയിലിൽ നിന്നും വ്യത്യസ്ത ഘടകങ്ങൾ വേർതിരിക്കുന്നു. ക്രൂഡ് ഓയിൽ അതായത് ഒരേ തരത്തിലുള്ള റോ മെറ്റീരിയൽസിൽ നിന്നും വിവിധ കമ്പോണൻസുകൾ അപഗ്രഥിച്ച് വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓയിൽ റിഫൈനറി എന്നാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ക്രൂഡ് ഓയിലിൽ നിന്നും കെറോസിൻ, പെട്രോൾ, അതുപോലെ തന്നെ ഏവിയേഷൻ ടർബൈൻ ഓയിൽ, ഡീസൽ തുടങ്ങിയിട്ട് വ്യത്യസ്ത ഘടകങ്ങൾ ഇവിടെ വേർതിരിക്കുന്നു. ഇനി രണ്ടാമത്തതാണ് സിന്തറ്റിക് ഇൻഡസ്ട്രി. കൃത്രിമ വ്യവസായം. അതായത് വിവിധ കമ്പോണൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കാം? സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കാം, കൃത്രിമ വ്യവസായം എന്ന് വിളിക്കാം. എക്സാമ്പിൾ ആണെന്ന് സിമന്റ് നിർമ്മാണം. സിമന്റ് മാനുഫാക്ചറിങ് എന്നാണ് സിന്തറ്റിക് ഇൻഡസ്ട്രിയാണ്. കാരണം ഒരു സിമന്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മൈക്ക വേണം, ജിപ്സം വേണം, മറ്റു കെമിക്കൽസ് ഒക്കെ വേണം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇവിടെ സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് വിവിധ ഘടകങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുകയാണെങ്കിൽ അതിനെയാണ് സിന്തറ്റിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൃത്രിമ വ്യവസായം എന്ന് പറയുന്നത്. ഇതിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രോസസിംഗ് ഇൻഡസ്ട്രി. അതായത് പ്രക്രിയാപരമായിട്ടുള്ള വ്യവസായം. അതായത് ഒരു പ്രോസസിംഗ് ഇൻഡസ്ട്രി പ്രക്രിയാപരമായിട്ടുള്ള വ്യവസായം. അതായത് ഒരു വ്യവസായം ഒരു ഉൽപ്പന്നമാക്കാൻ വ്യത്യസ്ത വ്യാവസായിക ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ അതിനെയാണ് പ്രോസസിംഗ് ഇൻഡസ്ട്രി, പ്രക്രിയാപരമായ വ്യവസായം എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആണെന്ത്? പേപ്പർ ഇൻഡസ്ട്രി. പേപ്പർ നിർമ്മാണം. കാട്ടിൽ പോയിട്ട് ഫോറസ്റ്റിൽ പോയിട്ട് മുള വെട്ടിക്കൊണ്ടുവരുന്നു, അതിനെ പൾപ്പാക്കുന്നു, ശേഷം അതിനെ പേപ്പറാക്കുന്നു. ഇങ്ങനെ ഈ ഒരു മുള വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് പേപ്പറായിട്ട് മാറുന്നത്.
അതുപോലെ എന്താണ് പഞ്ചസാര നിർമ്മാണം, അതായത് ഷുഗർ ഇൻഡസ്ട്രി, കരിമ്പിൽ നിന്നാണ് കരിമ്പ് വെട്ടി കൊണ്ടുവന്ന് അതിൻ്റെ എന്താണ് നീരെടുത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനൊക്കെ വ്യത്യസ്ത ഘട്ടങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വ്യത്യസ്ത ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങൾ ആവശ്യമാണ് എങ്കിൽ, വിവിധ സ്റ്റേജുകൾ ആവശ്യമാണ് എങ്കിൽ അത്തരം വ്യവസായങ്ങളെയാണ് നമ്മൾ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണെന്ത്, പേപ്പർ ഇൻഡസ്ട്രി, പേപ്പർ വ്യവസായം. നാലാമത്തതാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്താണ്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി കൂട്ടിയോജിപ്പിക്കുക. അതായത് വിവിധ കമ്പനികൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അതിനെ കൂട്ടിയോജിപ്പിച്ചിട്ട് ഒരു ഉൽപ്പന്നമാക്കുകയാണെങ്കിൽ അതിനെ അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ ആണെന്ത്, കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ എന്നാണ് അതിനെ വിവിധ കമ്പനികൾ ഉൽപ്പാദിപ്പിച്ച കമ്പോണൻസുകൾ എന്നാണ്. ഇപ്പോൾ എന്താണ് സ്ക്രീൻ, അതിൻ്റെ മോണിറ്റർ എന്നാണ് ഇപ്പോൾ സാംസങ്ങിൻ്റെത്. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് ഇന്റലിൻ്റെത്. അതുപോലെ എന്താണ് ഹാർഡ് ഡിസ്ക് വേറെ കമ്പനി. അങ്ങനെ വ്യത്യസ്ത ഘടകങ്ങൾ എന്നാണ്. കീബോർഡ് വേറെ കമ്പനി, മൗസ് വേറെ കമ്പനി. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു കമ്പനി ആണെങ്കിലും ഇങ്ങനെ എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, അതിനൊരു കമ്പ്യൂട്ടറാക്കി കൂട്ടി യോജിപ്പിക്കുന്ന ഒരു വ്യവസായം. അതുപോലെ കാറിൻ്റെ എന്താണ് ബോഡി ഒരു സ്ഥലത്ത് നിർമ്മിക്കുന്നു, ടയർ വേറെ സ്ഥലത്ത് നിർമ്മിക്കുന്നു, എഞ്ചിൻ വേറെ സ്ഥലത്ത് നിർമ്മിക്കുന്നു. ഇങ്ങനെ ഓരോ കമ്പോണൻസ് ഓരോ സ്ഥലത്ത് നിർമ്മിച്ച് അതെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അതിനൊരു കാറാക്കി കൂട്ടി യോജിപ്പിക്കുന്നു. ഇതാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ആണെന്ത്, കമ്പ്യൂട്ടർ എന്നാണ് അതിന് എക്സാമ്പിളുകളാണ്. ഇത്രയുമാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എക്സാമ്പിൾ ആണ് ഓയിൽ റിഫൈനറി. സിന്തറ്റിക് ഇൻഡസ്ട്രി എക്സാമ്പിൾ സിമന്റ് ഇൻഡസ്ട്രി. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എക്സാമ്പിൾ പേപ്പർ വ്യവസായം. അതുപോലെ അസംബ്ലിംഗ് ഇൻഡസ്ട്രി എക്സാമ്പിൾ ആണെന്ത്, കാർ. സെക്കൻഡറി വ്യവസായത്തിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അതായത് നിർമ്മാണ വ്യവസായം. ഇൻഡസ്ട്രീസ് ഇൻവോൾവ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, റോഡ്സ്, ഡാംസ്, ബ്രിഡ്ജസ്, ടണൽസ് എക്സെട്ര ആർ കോൾഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. അതായത് പാലം, ബിൽഡിങ്, അതുപോലെ തന്നെ ഡാമുകൾ, റോഡുകൾ, ടണലുകൾ തുടങ്ങിയവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യവസായത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, നിർമ്മാണ വ്യവസായം എന്ന് പറയുന്നത്. ഇപ്പോൾ റോഡുകൾ നിർമ്മിക്കുന്നു, പാലങ്ങൾ നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ ബിൽഡിംഗ് നിർമ്മിക്കുന്നു, ടണലുകൾ നിർമ്മിക്കുന്നു. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് ഉദാഹരണങ്ങളാണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാൻ കഴിയില്ല. ഇപ്പൊ എക്സാമ്പിൾ ആണെന്ത്, ഇപ്പോൾ ഒരു ബിൽഡിംഗ്, ഇവിടെ ഒരു ബിൽഡിങ് നമ്മൾ ഒരു ബിൽഡിംഗ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് എന്താണ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ അതിനെന്താണ് ഏറ്റവും പ്രത്യേകത, ഇറ്റ് ഈസ് എ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. മൂവ് ചെയ്യാൻ പറ്റാത്ത, നീക്കം ചെയ്യാൻ പറ്റാത്ത എന്താണ് ഉൽപ്പന്നങ്ങളാണ്, പ്രോപ്പർട്ടീസ് ആണെന്ത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നിർമ്മിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, അതായത് കല്ല്, മരം, സിമന്റ് തുടങ്ങിയവയാണ് പ്രാഥമിക വ്യവസായത്തിൽ നിന്നും ദ്വിതീയ വ്യവസായത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നു. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു വ്യവസായമാണെന്ത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. പക്ഷെ ഇന്നെന്താണ്, ഇന്ന് ആധുനിക കൺസ്ട്രക്ഷൻ കമ്പനികൾ ബുൾഡോസറുകൾ, ക്രെയിനുകൾ, ഷവലുകൾ തുടങ്ങിയ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെന്ത് അവർ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണെന്ത് സെക്കൻഡറി ഇൻഡസ്ട്രി. ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയിൽ. ഒന്നാമത് പ്രൈമറി വ്യവസായം, രണ്ടാമത് ദ്വിതീയ വ്യവസായം, മൂന്നാമതാണ് തൃതീയ വ്യവസായം അല്ലെങ്കിൽ ടെർഷ്യറി ഇൻഡസ്ട്രി. ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തൃതീയ വ്യവസായമാണ് ടെർഷ്യറി ഇൻഡസ്ട്രി.
Industry is providing support services to primary and secondary industries as well as activities relating to trade are called tertiary industries. അതായത് പ്രാഥമിക വ്യവസായത്തിനെയും അതുപോലെ തന്നെ ദ്വിതീയ സെക്കൻഡറി വ്യവസായത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന വ്യവസായമാണെന്ന് ടെർഷറി ഇൻഡസ്ട്രി. അതുപോലെ ട്രേഡുമായി കച്ചവടവുമായി റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ വ്യവസായങ്ങളും എന്ത് തന്നെയാണ്? ടെർഷറി ഇൻഡസ്ട്രി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ആണെന്ത്? ഇപ്പോൾ പ്രാഥമിക വ്യവസായത്തിനെയും അതുപോലെ തന്നെ ദ്വിതീയ വ്യവസായത്തിനും സഹായിക്കാൻ ബാങ്കിങ് വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ വേണം, ഇൻഷുറൻസ് സർവീസ് വേണം, വെയർ ഹൗസിംഗ് വേണം. ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇതൊക്കെ ട്രേഡ് ഓക്സിലറീസ് ടു ട്രേഡ് ആക്ടിവിറ്റീസ് ആണ്, ട്രേഡുമായി റിലേറ്റഡ് ആണ്. അതുപോലെ പ്രാഥമിക വ്യവസായത്തെയും അതുപോലെ തന്നെ ദ്വിതീയ വ്യവസായത്തെയും സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള വ്യവസായത്തെയാണ് നമ്മൾ ടെർഷറി വ്യവസായം, അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വ്യവസായത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യവസായത്തെ, അതുപോലെ ട്രേഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യവസായത്തെ നമുക്ക് ടെർഷറി ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.